തൃശ്ശൂരിലെ തോൽവിയിൽ KPCC അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച റിപ്പോർട്ടാണെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. വ്യാജ റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെ എന്ന് വേണം കരുതാൻ. യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും KC ജോസഫ് പറഞ്ഞു. കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അതൊരു ഫേക്ക് റിപ്പോർട്ടാണ്. ആരോ കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും മാധ്യമങ്ങൾ ചോർത്തി കൊടുത്തായിരിക്കുമല്ലോ. ചോർത്തി കൊടുത്ത് പറയാൻ പറ്റില്ല, ഉണ്ടായി കൊടുത്തതാണത്, ചോർത്തിയതല്ല. അപ്പം എന്തുകൊണ്ട് ഈ വാർത്ത ഇങ്ങനെ വന്നു, ആരാണ് പുറകിലുള്ളതെന്ന് പാർട്ടി അന്വേഷിക്കും, പാർട്ടി നടപടി സ്വീകരിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഇത് വ്യാജ റിപ്പോർട്ടാണ്. യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ. അതിനുശേഷം KC ജോസഫ് പറയുന്നത് ആരെങ്കിലും ചോർത്തിക്കൊടുത്തതായിരിക്കും. പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുന്നു, ചോർത്തിയതല്ല, വ്യാജമായിരിക്കാമെന്ന്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് നമ്മൾ നൽകിയ വിവരങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വം ആകെ തള്ളുകയാണ്. പക്ഷേ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടാനോ അതിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കുന്ന കാര്യത്തിലോ നേതാക്കൾ അഭിപ്രായം പറയുന്നുമില്ല. എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? വിജയകുമാർ, നമ്മൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചെറുതായൊന്നുമല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പൂർണ്ണമായും അത് തള്ളുകയാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഉറച്ചു പറയുന്നു, റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, ഇത് നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു. കുറച്ച് പിന്നിലേക്ക് പോയാൽ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുരളീധരൻ തൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതാണ്. അന്ന് മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ തന്നെയാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശങ്ങളായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് നിലവിൽ KPCC പുറത്തുവിടാത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരസ്യമാവാൻ കാരണം എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ആരോപണം. ജില്ലാ നേതാക്കൾക്കെതിരെ തന്നെയാണ് രൂക്ഷമായ വിമർശനം ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് പുറത്തു വന്ന സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 4 ദിവസത്തിനുള്ളിൽ നിലവിൽ ഈ തോൽവിയുമൊക്കെയായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചിരുന്നു. ആ സ്ഥാനത്തേക്ക് 4 ദിവസത്തിനുള്ളിൽ പുതിയൊരാളെ നിയമിക്കും എന്നുള്ളതാണ് AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ DCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ള നേതാക്കളുടെ പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും എന്താണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? ഈ തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും എല്ലാം വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തൃശ്ശൂരിലുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ, പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. ആരാണ് പാർട്ടിയിൽ നിന്ന് ചോർത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് KC ജോസഫ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പരാതിയും നൽകിയിട്ടുണ്ട്. ജീവന് പോലും അപകടമുണ്ടാക്കുന്ന വാർത്ത എന്നുള്ളതാണ് പരാതിയിൽ ഒരു കോൺഗ്രസ് നേതാവ് പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധിയൊക്കെ ഈ റിപ്പോർട്ടുമായി ചൊല്ലി കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുണ്ട്. വിജയകുമാർ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 6-7 മാസങ്ങൾക്ക് മുൻപ് KPCC നേതൃത്വത്തിന് അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടാണ്. അതിന്മേൽ നടപടി എടുത്തിട്ടില്ല. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണെന്നാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അന്വേഷണ സമിതിയിലുള്ള KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടുമോ? ആ ചോദ്യം പാർട്ടി അതിനുത്തരം പറയും എന്ന് നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്യുന്നു.